ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഈ ഒരു വെള്ളരിക്ക കറിയാണ്. നമുക്ക് തേങ്ങയൊന്നും ആവശ്യമില്ല, വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെള്ളരിക്ക കറിയാണ്. നമുക്കിതെങ്ങനെ തയ്യാറാക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു വെള്ളരിക്കയുടെ പകുതി കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മുളക് പൊടി ഒരു 2 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1.5 സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു വലിയ സ്പൂണാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് തക്കാളി എടുത്തിട്ടുണ്ട്. 2 മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആദ്യം നമ്മളൊരു പാത്രം വെച്ചിട്ട് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണയൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇല്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ചെറിയ തീയിലിട്ടതിന് ശേഷം നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞു വരണം. അപ്പോൾ തക്കാളി ഒന്ന് വെന്ത് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ അല്പസമയം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞതിന് ശേഷം നമ്മളിതിലേക്ക് എടുത്തു വെച്ചിരുന്ന പൊടി ചേർത്ത് കൊടുക്കാം. പൊടിയും കൂടി അതിലേക്ക് ഇട്ടതിന് ശേഷം ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ തക്കാളി ആദ്യം ഇട്ടതിന് ശേഷം നമ്മൾ പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ തക്കാളിയുടെ ആ ഒരു ഈർപ്പം കൊണ്ട് നമ്മുടെ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകത്തില്ല. അപ്പോൾ ആ ഒരു തക്കാളി വെന്തുടഞ്ഞ ആ ഒരു വെള്ളത്തിൽ തന്നെ നമ്മുടെ പൊടി നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. ഇനി നമ്മൾ കറിക്കൊരു ഗ്രേവിക്ക് നല്ല തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പൊടി ചൂടാക്കി അരച്ചെടുക്കുന്നത്. അത് തണുത്തതിന് ശേഷം അരച്ചെടുക്കാം. പിന്നെ ഒരു ചട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം കടുകിട്ട് കൊടുക്കാം. അപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാനതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്കിത് പെട്ടെന്നൊക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു കഷ്ണം വെള്ളരിക്ക ഉണ്ടെങ്കിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കുന്നൊരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഉള്ളിയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ചിരുന്ന വെള്ളരിക്കയില്ലേ, അത് ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അല്പനേരം ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ അല്പസമയം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളരിക്കയൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ, നല്ലതുപോലെ വെന്ത് വരണം. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അല്പസമയം കഴിഞ്ഞ് നമ്മൾക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ എന്താ നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനി വെള്ളരിക്കയൊക്കെ വെന്തോന്നൊന്ന് നോക്കാം. അപ്പോൾ വെള്ളരിക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ അരച്ച പേസ്റ്റ് ഇല്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ചുകൂടി വെള്ളം നമ്മൾ ആ ജാറിലേക്ക് ഒഴിച്ചതിന് ശേഷം അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നമ്മുടെ കറിക്ക് നമുക്ക് ഗ്രേവി എത്രയാണോ ആവശ്യമെന്നനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരുപാട് വെള്ളമായി പോകരുത്, നമ്മുടെ കറിയുടെ ആ തിക്നെസ് അങ്ങ് കുറഞ്ഞു പോകും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അല്പസമയം കഴിഞ്ഞ് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് വെച്ചിട്ട് അല്പസമയം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അല്പസമയം കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവി കുറച്ചുകൂടെ ഒന്ന് തിക്കായി വരും. ഇതിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞതിന് ശേഷം
നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ അല്പസമയം കഴിഞ്ഞിട്ടുണ്ട്. ദേ നമ്മുടെ എണ്ണയൊക്കെ സൈഡിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഈ ചട്ടിയിലിരുന്ന് തന്നെ തിളച്ചുകൊണ്ടിരിക്കും. ഒരല്പസമയം കൂടെ കഴിഞ്ഞ് കറക്റ്റ് പരുവത്തിനായി കിട്ടും. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അല്പസമയം കഴിഞ്ഞ് നമ്മുടെ കറി കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സിമ്പിളായിട്ടുള്ള വെള്ളരിക്ക മുളക് ചാറ് റെഡി ആയിട്ടുണ്ട്. അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറന്നു പോകരുത്. ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ, താങ്ക് യു.